ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഒരു മാംഗോ ഐസ്ക്രീമാണ് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ സ്വാദിഷ്ടമായ മാംഗോ ഐസ്ക്രീം. ഇതിനായിട്ടൊരു 4 പഴുത്ത മാങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയും അരിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിരുന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാല് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 50 ഗ്രാം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് തിളപ്പിച്ച് മാറ്റി വെക്കാം. നമ്മുടെ പാലിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ബദാം, അണ്ടിപ്പരിപ്പ് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബൗളിലേക്ക് നമ്മുടെ അടിച്ചു വെച്ചിട്ടുള്ള മാങ്ങ നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള പാലും പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടാറിയ ശേഷം ഈ പാലും പഞ്ചസാരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1/2 ലിറ്റർ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ബദാം, പിസ്തയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ച് നന്നായിട്ട് ഇത് ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലേ വളരെ സോഫ്റ്റായിട്ടുള്ള ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കൂ. വളരെ സോഫ്റ്റും സ്വാദിഷ്ടവുമായിട്ടുള്ള ഐസ്ക്രീമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു അലൂമിനിയം ഫോയിലിട്ട് മൂടി വെക്കാം. എയർ ടൈറ്റ് ചെയ്ത് നന്നായിട്ട് മൂടി വെച്ച് ഒരു 3 മണിക്കൂർ നേരം ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം 3 മണിക്കൂറിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. വളരെ സോഫ്റ്റും രുചികരവുമായിട്ടുള്ള ഐസ്ക്രീം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഐസ്ക്രീം ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്വാദിഷ്ടമായ ഐസ്ക്രീമാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഈ ചൂട് കാലാവസ്ഥയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു ഐസ്ക്രീമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.